അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി, ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് എങ്ങനെ സ്വാധീനമുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ ഇത് കിട്ടി, മന്ത്രി ലെവലിൽ പിടിപാടുണ്ടോ? അവൾ പറഞ്ഞ് ഉന്നതങ്ങളിൽ പിടിപാടുണ്ട് എൻ്റെ പപ്പായ്ക്ക്. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ ഞാൻ പണിയെടുക്കുന്ന സമയത്താണ് പെര ഇടിവെട്ടി ഞാൻ ഉടനെ വന്ന് നോക്കുമ്പോഴത്തേക്കും പെരയുടെ 4 വശവും വിണ്ട് കീറി ബോംബിട്ട് തകർക്കുന്നത് പോലെ. പ്രാർത്ഥനകളെല്ലാം പങ്കെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ ഈശോയെ എടുത്തുയർത്തണേ ആ സമയത്ത്. പിന്നെ ആ ഈശോയിലേക്ക് തന്നെ ഇങ്ങനെ എനിക്ക് കണ്ണു പറിക്കാൻ പറ്റിയല്ലോ. നോക്കുമ്പോൾ ആ ഈശോ എന്നോട് സംസാരിക്കുന്നതായിട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പെര ഇടിവെട്ടിയതും നിങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറിയതും. ഞങ്ങൾ പറഞ്ഞ് തമ്പുരാനെ അറിഞ്ഞ ആ നിമിഷം മുതൽ ഇനി പുറകോട്ടൊരു ചിന്ത നമുക്കില്ല. നമ്മളൊക്കെ പലതരത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. ചിലർക്ക് രാഷ്ട്രീയ സ്വാധീനമായിരിക്കാം, മറ്റു ചിലർക്ക് മറ്റു ചില അധികാര സ്ഥാനങ്ങളിലുള്ള ആളുകളുമായിട്ടുള്ള സ്വാധീനമായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ കുടുംബം നമ്മളോട് പറയുന്നത് ഉന്നതങ്ങളിൽ പിടിയില്ലെങ്കിൽ ഒരു കാര്യമില്ലെന്നാണ്. സെൽവൻ ചേട്ടനും ചേച്ചിയും ആ കുടുംബത്തിന് ഉന്നതങ്ങളിൽ പിടിയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ആരെയും ഭയമില്ല, ഒന്നിനെയും ഭയക്കാതെ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. എൻ്റെ പേര് സെൽവൻ, എൻ്റെ മാമൂസ പേര് ജോസഫ്. ഭാര്യയും 3 കുട്ടികളുമുണ്ട്. മൂത്തവൾ MSc നേഴ്സ്, അവൾ ന്യൂസിലാൻഡിലാണ്. 2 പിള്ളേരുണ്ട് അവൾക്ക്. രണ്ടാമത്തവൾക്ക് അയർലൻഡിലാണ്. അവൾക്ക് 1 കുട്ടിയുണ്ട്. മൂന്നാമത്തവൾ കാസർഗോഡ് CBCRIയിൽ സയൻറ്റിസ്റ്റാണ്. എൻ്റെ പേര് ശോഭാമേരി. ഞങ്ങൾ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നു വന്നതാണ്. ഞങ്ങൾക്ക് തമ്പുരാനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ സാധിച്ചു. ഞാൻ 2003 മുതലാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത്. ആ സമയം മുതലേ ഞാൻ എന്നും രാവിലെ ഒരുങ്ങി പോകുമ്പോൾ മക്കൾ എൻ്റെ കൂടെ വരും. അപ്പോൾ അവർ അങ്ങനെ എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കാനും പള്ളിയിൽ സജീവമായിട്ട് അവർക്ക് ഭയങ്കര ഉത്സാഹം, ഭയങ്കര സന്തോഷമാണ് പള്ളിയിൽ പോകാൻ. രാവിലെ എഴുന്നേൽക്കാനൊന്നും ഒരു മടിയില്ല. അങ്ങനെ ആ പോകുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അച്ഛന്മാരൊക്കെ സിസ്റ്റേഴ്സും ഒക്കെ ഇവർ വേദപാഠത്തിനൊന്നും പോകാതെ ഇങ്ങനെ ഇത്രയും ഉത്സാഹിച്ച് വരുന്നത് കൊണ്ട് അവരെ വേദപാഠ ക്ലാസ്സിൽ ഇരുത്താമെന്നും പറഞ്ഞ് അവരങ്ങനെ വേദപാഠ ക്ലാസ്സിൽ ഇരുത്തി അവരും ശനിയും ഞായറും വെള്ളിയാഴ്ചയും കുർബാന മുടക്കിയല്ല. അതുപോലെ തന്നെ അൽഫോൻസാമ്മയുടെ 9 ദിവസത്തെ നൊവേനയൊക്കെ വന്നാൽ സ്കൂളിൽ നിന്ന് നേരിട്ട് വന്ന് കുർബാനയും കഴിഞ്ഞേ വീട്ടിലേക്ക് വരുള്ളൂ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. സന്ധ്യ ആകുമ്പം ജപമാല ചെല്ലാതെ ഒരു ദിവസം പോലും ഇല്ല. എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന ഒരു ദിവസവും മുടക്കിയല്ല. മൂന്നാമത്തവൾ MTech പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവൾ PhDക്ക് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഡൽഹിക്ക് പോകേണ്ടതായിട്ട് വന്നു. ഡൽഹിക്ക് പോയി. അപ്പോൾ കൊച്ചിനോട് ഞാൻ ചോദിക്കുമ്പോൾ കൊച്ചു പറഞ്ഞ് കിട്ടാനായിട്ട് ഒരു സാധ്യതയില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഞാനാണ് ഫ്രഷായിട്ടുള്ളത്, എന്നിലും ജോലിയുള്ളവരും സയൻറ്റിസ്റ്റുകൾ വരെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞു എൻ്റെ മോളെ നീ വിശ്വസിക്ക്, പപ്പായ്ക്ക് വിശ്വാസമുണ്ട്, നിനക്ക് എന്തായാലും നിനക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടും. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരു കൊച്ച് സ്ഥലം മാറി പോവുകയും ആ ഒരു സീറ്റ് കൊച്ചിന് കിട്ടുകയും ചെയ്തുകൊണ്ടാണ് PhDക്ക് അഡ്മിഷൻ കിട്ടിയത്. പിന്നെ ജോലി കിട്ടിയതും അതുപോലെ തന്നെ വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയില്ല. ഞാൻ പറയും തമ്പുരാനില്ല നമ്മുടെ കൂടെയുള്ള, മാതാവുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പപ്പ മുട്ട നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉമ്മാക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞ് സയൻറ്റിസ്റ്റായിട്ട് അവൾക്ക് ജോലി കിട്ടി. പഞ്ചാബിലേക്കാണ് ആദ്യത്തെ പോസ്റ്റിങ്. പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ അവളുടെ കോമ്പൗണ്ടിലാണ് ഷെല്ല് വീണത്. പേടിച്ച് വിറച്ച് കൊച്ച് രായ്ക്ക് ഇവിടെ വന്ന് ഞങ്ങൾ മുട്ട നിന്ന് പ്രാർത്ഥിക്കുകയെന്ന് ഒരു ട്രാൻസ്ഫർ കിട്ടണം, അവൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് തമ്പുരാൻ അവളെ നയിക്കണം. ഒരു സുപ്രഭാതത്തിൽ ഡീൻ വന്ന് പറഞ്ഞ് ശില്പ നിനക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അവൾ ഞെട്ടിപ്പോയി. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി, ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് എങ്ങനെ സ്വാധീനമുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ ഇത് കിട്ടിയത്, മന്ത്രി ലെവലിൽ പിടിപാടുണ്ടോ? അവൾ പറഞ്ഞ് ഉന്നതങ്ങളിൽ പിടിപാടുണ്ട് എൻ്റെ പപ്പായ്ക്ക്, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ, തമ്പുരാൻ തന്നതാണെന്ന് അവൾ ഉറച്ച് വിശ്വസിച്ച് കാസർഗോഡ് CBCRIയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി.
ജോയിൻറ്റ് പെയിൻ അങ്ങോട്ട് വന്ന് കാലുകൾക്ക് നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, തീരെ കിടപ്പിലേക്ക് വരെ അങ്ങ് എത്തി. അപ്പം ആ ഒരവസ്ഥ വന്നപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഈശോയെ വിളിച്ചാൽ എനിക്ക് എല്ലാത്തിനും സമാധാനമാവുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഞാൻ ശരിക്കും മരുന്ന് കഴിച്ച് ഒത്തിരി ഒരു മരുന്നിലേക്ക് പോകാതെ തമ്പുരാനിലേക്ക് ആശ്രയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ശകലം കയറ്റം കയറണം വീട്ടിലേക്ക് പോകണമെങ്കിൽ, ആ കയറാൻ പോലും മേലാതെ ഞാൻ തമ്പുരാനോട് പറഞ്ഞു, എൻ്റെ തമ്പുരാനെ എനിക്ക് അങ്ങയുടെ വിശുദ്ധ ബലി അതൊന്നും അറിയത്തില്ല, പള്ളിയിൽ വരാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ അങ്ങയിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് എന്നും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റെ സൗഖ്യം കാരണം ജീവിത പങ്കാളി സമ്മതം തന്നു പൊയ്ക്കോളാൻ. അപ്പോൾ ഞാൻ പോകാൻ തുടങ്ങി, പിള്ളേരും വരാൻ തുടങ്ങി. 2003 മുതൽ ഇന്ന് വരെ തമ്പുരാൻ കുർബാന മുടക്കിയിട്ടില്ല, എവിടെയാണെങ്കിലും അത് തരുന്നുണ്ട്. ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് മുതൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ സകല ആശുപത്രികളിലും ചികിത്സിച്ചിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും അതിനില്ല. ആ രീതിയിൽ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഒരു വചനോത്സവം കിട്ടുന്നതും. ഞാൻ പണിക്ക് പോയി കഴിയുമ്പോൾ ഇവള് വചനോത്സവവും ബൈബിളും വായിക്കും. ഞാൻ വൈകുന്നേരം വരുമ്പോൾ എന്നോട് പറഞ്ഞ് സൗഖ്യം കിട്ടിയാൽ ഞാൻ പള്ളിയിൽ പൊക്കോളാം തമ്പുരാനെ എന്ന് ഇവള് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരുന്ന് 2 ദിവസം കഴിഞ്ഞു. ഞാൻ നോക്കി കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നു, കാല് സോപ്പിട്ട്. അങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് ഞാൻ വരാനുള്ള കാരണം. സർവാധിപനം കഴിഞ്ഞ് വായനയും കഴിഞ്ഞ് അത് കഴിയുമ്പോൾ പിന്നെ ഈശോ കാഴ്ച സ്വീകരിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയല്ല. ഞാൻ മുട്ടുകുത്തി നമ്മുടെ കാര്യങ്ങളെല്ലാം പറയും. പാപിയും ബലഹീനയും അയോഗ്യമാണ്, ആ കാര്യങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞ് നമുക്കുള്ളവരെ സമർപ്പിക്കും. വൈദികരെ, പൂർവികരെ, സഹോദരങ്ങളെ, മക്കളെ, ജീവിതം എല്ലാം സമർപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരെയായി പിന്നെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനകളെല്ലാം പങ്കെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ ഈശോയെ എടുത്തുയർത്തണേ. ആ സമയത്ത് ഞാൻ അതിന് മുമ്പ് തന്നെ താഴോട്ട് നോക്കി നമിക്കും, വണങ്ങും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ആ ഈശോയിലേക്ക് തന്നെ ഇങ്ങനെ എനിക്ക് കണ്ണു പറിക്കാൻ പറ്റിയല്ലോ. നോക്കുമ്പോൾ ആ ഈശോ എന്നോട് സംസാരിക്കുന്നതായിട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്കത് എന്നതാണെന്നൊന്നും അറിയത്തില്ല, ആ ഒരു ഭയങ്കര ഒരു അനുഗ്രഹമാണ് അത്. അന്ന് എൻ്റെ വീട് വളരെ ചെറിയൊരു വീടായിരുന്നു. എൻ്റെ 2ാമത്തെ മോള് വീടിനുള്ളിലുണ്ട്. എൻ്റെ വർക്ക്ഷോപ്പും മുറ്റത്തിന് തൊട്ട് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ ഞാൻ പണിയെടുക്കുന്ന സമയത്താണ് പെര ഇടിവെട്ടിയത്. ഇടിവെട്ടി ഞാൻ ഉടനെ വന്ന് നോക്കുമ്പോഴത്തേക്കും പെരയുടെ 4 വശവും വിണ്ട് കീറി ബോംബിട്ട് തകർക്കുന്നത് പോലെ തകർത്തുണ്ട്. കൊച്ചിന് യാതൊരു വക അനർത്ഥങ്ങളോ ഒരു വിഷമോ ഇല്ലാതെ അവൾ കട്ടിലിൻ്റെ നടുക്കുണ്ട്. അപ്പം ഞാൻ വന്ന് വീട്ടിൽ നോക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ എല്ലാം കത്തി നശിച്ച് എല്ലാം പോയി. അവൾക്കൊരു പോറൽ പോലും വന്നിട്ടില്ല. തമ്പുരാൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്, പരിശുദ്ധ അമ്മ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അമ്മ നമ്മളെ നീലെങ്കിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന തമ്പുരാനാണെന്ന് അന്ന് ബോധ്യപ്പെട്ടു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ടാണ് നിങ്ങളുടെ പെര ഇടിവെട്ടിയതും നിങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറിയതും പിന്നെ പെര കാറ്റെടുത്തുകൊണ്ട് പോയി 100-300 ഓട് വീതമാണ് ഓരോ പ്രാവശ്യവും തകർക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ് തമ്പുരാനെ അറിഞ്ഞ ആ നിമിഷം മുതൽ ഇനി പുറകോട്ടൊരു ചിന്ത നമുക്കില്ല. തമ്പുരാൻ തന്നു, തമ്പുരാൻ എടുത്തു, അത്രയേ ഉള്ളൂ അതിനകത്ത് എനിക്ക് പറയാനുള്ളൂ. ആദ്യകാലങ്ങളിൽ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും എല്ലാവരും കൂട്ടത്തിലുള്ളവരും സമൂഹത്തിലും എല്ലാവരും ഒറ്റപ്പെടുത്തലും കളിയാക്കലുകളും, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങളിങ്ങനെ പള്ളിയിൽ പോകാൻ നാണമില്ലേ, നിങ്ങളിങ്ങനെ പോയെന്നാൽ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ ജീവിതം മുന്നോട്ട് പോയെന്നാൽ എവിടെ ചെന്ന് അവസാനിക്കും, നിങ്ങൾ ഈ മക്കളെ ശരിക്കും പറഞ്ഞെന്നാൽ ഇവരെ പാതാളത്തിലേക്ക് തള്ളിവിടുന്ന പോലെയുള്ള പണിയല്ലേ നിങ്ങൾ കാണിക്കണേന്ന് ചോദിച്ച് എന്നെ കുറേ കുറ്റപ്പെടുത്തിയെങ്കിലും ഞാൻ ഒന്നും പറഞ്ഞു, നിങ്ങളെന്ത് പറഞ്ഞാലും എനിക്ക് തമ്പുരാൻ കഴിഞ്ഞിട്ടേ ഉള്ളെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു. അപ്പം അന്നേരം എടാ അവരുടെ തലയ്ക്ക് ഓളം കയറിയേക്കുവാടാ, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് ഇവർ തന്നെ മടങ്ങിപ്പോയി. പനിക്കലച്ചൻ്റെ ധ്യാനം അടുക്കത്ത് കൂടി. അങ്ങനെ അടുക്കത്ത് അങ്ങനെ പോകുന്ന സമയത്ത് കാർപ്പൻട്രി വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കണേ. ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാതെ ഞാൻ പിന്നെ പണിയെടുത്തിട്ടാണ് 4:30 പണി നിർത്തിയിട്ട് ഞാൻ അടുക്കത്ത് പോയിക്കൊണ്ടിരുന്നത്. ശനിയാഴ്ച വൈകിട്ട് ശമ്പളം ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ് നീ പള്ളിയിൽ പോകുന്നതുകൊണ്ട് നീ ഇനി പണിക്ക് വരണ്ട എന്ന് പറഞ്ഞ് എന്നെ പണിയിൽ നിന്ന് എന്നെ ഒഴിവാക്കി. മുമ്പോട്ട് വെച്ച കാല് പുറകോട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ധ്യാനത്തിന് പോയി. എന്നെ തമ്പുരാൻ മനോഹരമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. അങ്ങനെ തമ്പുരാൻ എന്നെ അവിടെ മുതൽ ഉയർത്തി. ഇപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പം ആൾക്കാർ, എൻ്റെ ബന്ധുക്കൾ, അന്ന് കളിയാക്കിയവർ, അന്ന് നമ്മളെ മാറ്റി നിർത്തിയവർ, ഇന്ന് നീ എങ്ങനെ ഈ രീതിയിലായി ഞാൻ പറഞ്ഞു എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. അന്നും എനിക്കൊരു വചനമുണ്ട്, ഫിലിപ്പിയർ 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുവിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ആ ഒരു വിശ്വാസം അതെൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ആ ഒരു വചനമാണ് എനിക്ക് പ്രചോദനമേകിയത്. ഇന്ന് ഞാൻ ഈ നിലയിലായത്. ഇന്ന് എൻ്റെ പിള്ളേർ 3 പേരും ന്യൂസിലാൻഡ്, അയർലൻഡ് സയൻറ്റിസ്റ്റായിട്ട് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയും
ഈശോയും എൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സാമ്പത്തികമായിട്ടും മറ്റെല്ലാ കാര്യങ്ങളിലും തമ്പുരാൻ എനിക്ക് തന്ന അനുഗ്രഹം, വണ്ടി തന്നു, നല്ലൊരു ഭവനം തന്നു, എല്ലാം തമ്പുരാൻ തന്ന്. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്ന പോലെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ് നിങ്ങൾ നിലവിട്ട വിളിക്കണം തമ്പുരാനോട്, എന്നാൽ തമ്പുരാൻ തരാതിരിക്കുകയില്ല. തമ്പുരാന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയ്ക്കും ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ തരാത്ത ഒരു കാര്യവുമില്ല എന്ന് എൻ്റെ ജീവിതത്തിലും എൻ്റെ രീതിയിലും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ജീവിതം ഈശോയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആ ദൈവത്തിൽ വിശ്വസിച്ച് ഇനിയുള്ള ജീവിതം ആ ദൈവത്തെ എന്നും സ്വീകരിച്ച് ഇനി ദൈവത്തിൽ എത്തിച്ചേരണമെന്ന് മാത്രമേ ഞങ്ങളുടെ ആഗ്രഹമുള്ളൂ. ഞങ്ങളുടെ മക്കളാണേലും പ്രതിസന്ധികളിലൂടെയും എല്ലാം കടന്നു പോകുമ്പോൾ അവരോടും ഞങ്ങൾ പറയും, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മളെ ഇതുവരെ നടത്തിയ തമ്പുരാൻ നമ്മളെ കൈവിടിയല്ല. അതുപോലെ തന്നെ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുകയും ഈശോയിൽ ആശ്വാസം ഒരിക്കലും നോക്കരുത്. യേശുവിൽ തന്നെ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഏത് പ്രതിസന്ധി വന്നാലും അവൻ്റെ കൂടെയായി അവനോടുകൂടെ മരിക്കാൻ നമ്മൾ ഒരുങ്ങിയാൽ മാത്രം മതി എന്ന് ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യം. സെൽവൻ ചേട്ടൻ്റെ ജീവിതാനുഭവം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഒറ്റ വചനമാണ്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഒരുപാട് വേദനയിലൂടെ പോയ ഒരു കുടുംബത്തിൻ്റെ ജീവിതകഥയാണ് നമ്മൾ കേട്ടെ. പക്ഷേ ഈ സഹനത്തിൻ്റെയൊക്കെ ഒടുക്കം ഒരു സന്തോഷത്തിൻ്റെ സുദിനമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കുടുംബത്തിൻ്റെ ജീവിതം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.